നീ സംസാരിക്കേ, ഞാൻ അത് കൊടുത്തിട്ട് വരാം. ഹലോ ചേച്ചി, നന്ദനില്ലേ ദേവി അവിടെ? ആ, ഇവിടെ ഉണ്ട് ചേച്ചി. ഗൗരിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ചേച്ചി. ചേച്ചി, അവിടെ ആന്റി എന്ത് പറയുന്നു? അമ്മയുടെ കാര്യം പറയുന്നതിന് മുമ്പ് അച്ഛന്റെ കാര്യമോ പറയേണ്ടത്? അത് പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത്. എന്താ ചേച്ചി? അച്ഛൻ സംസാരിച്ചടി. സത്യാണോ ചേച്ചി? ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദു, അച്ഛൻ സംസാരിച്ചു വന്ന്. ചേച്ചി, ഞാൻ ലൗഡ് സ്പീക്കറിൽ ഇടാവേ. എന്താ സംസാരിച്ചേ? ചേച്ചിയോടാണോ സംസാരിച്ചേ? സംസാരിച്ചത് അമ്മയോടാ. കുറച്ച് വാക്കുകളെ സംസാരിച്ചുള്ളൂ. പക്ഷേ അച്ഛൻ ഇനി വേഗത്തിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങും, നീ നോക്കിക്കോ. ഒക്കെ നിന്റെ ശുശ്രൂഷയുടെ ഫലമാ ദേവികെ. അച്ഛൻ സംസാരിച്ചതില് എനിക്ക് നിന്നോടാ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നുന്നത്. അയ്യോ ചേച്ചി, അങ്ങനൊന്നും പറയല്ലേ. അച്ഛൻ എന്താ ചേച്ചി പറഞ്ഞേ? സംസാരിച്ചത് അമ്മയ്ക്കെതിരെയാ. മുരളി ഇവിടെ വന്ന് കാര്യമൊക്കെ പറഞ്ഞ് തർക്കമായി. അമ്മ എന്നെത്തെല്ലാം കൈയോങ്ങി. അച്ഛൻ അമ്മയുടെ കൈ പിടിച്ചു, തടഞ്ഞു. സത്യാണോ ഈ പറയുന്നേ? അതെ. പിന്നെ ഷാർപ്പായിട്ട് കുറച്ച് വാക്കുകൾ. അമ്മ സ്തംഭിച്ചു പോയി. എന്നിട്ട് ഗൗരിയെ കുറിച്ച് അമ്മ എന്തൊക്കെയോ പറഞ്ഞു. ആ സമയത്താ അച്ഛൻ മുഖം നോക്കി ഒരൊറ്റ അടി കൊടുത്തത്. ജന്മം തന്ന അമ്മയാ. അമ്മയുടെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീണ നമ്മൾ വിഷമിക്കേണ്ടതാ. എനിക്കൊട്ടും വിഷമം തോന്നിയില്ല. അതുമാത്രമല്ല, കുറച്ച് സന്തോഷം തോന്നുകയും ചെയ്തു. ചേച്ചിയെ കുറ്റം പറയുന്നില്ല. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി കുറച്ച് സന്തോഷം. അമ്മയേക്കാൾ ശക്തര് ഈ ലോകത്ത് ആരുമില്ലെന്നായിരുന്നു അമ്മയുടെ വിചാരം. ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലായി കാണും. ഗൗരിയുടെ കാര്യം അറിഞ്ഞപ്പോ അച്ഛന്റെ കണ്ണ് നിറഞ്ഞുപോയി. മുരളിക്ക് നമ്മളോട് ദേഷ്യമുണ്ടോടാ? ഏയ്, അവന് കാര്യങ്ങൾ അറിയാലോ ചേച്ചി. അച്ഛൻ തല്ലിയതിനു ശേഷം ആന്റിയുടെ പ്രതികരണം എന്തായിരുന്നു ചേച്ചി? അമ്മയുടെ നീക്കങ്ങൾ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. എന്തായാലും ശരി, അമ്മ ഒന്ന് പേടിച്ചിട്ടുണ്ട്, ശരിക്കും പേടിച്ചിട്ടുണ്ട്. അടുത്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അമ്മ ഒന്ന് ആലോചിക്കും. എടാ, മുരളിയോട് സമാധാനിക്കാൻ പറയണം. ഞാൻ പിന്നെ വിളിച്ചോളാടാ. ശരി ചേച്ചി. നന്ദു, അമ്മയ്ക്ക് ഇനിയായിരിക്കും നമ്മളോട് ദേഷ്യം കൂടാൻ പോകുന്നത്. അച്ഛൻ തല്ലിയതിന്റെ പക എന്നോടായിരിക്കും തീർക്കുന്നത്. തീർക്കാനെങ്കിൽ വരട്ടെ, എനിക്കും കുറച്ച് പറയാനുണ്ട്.